രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുമുള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വിവിധ ഇടങ്ങളിലുള്ള ഏവരും ഒത്തുകൂടി അങ്ങനെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദിച്ചു. ഈ ആറ്റുകാലമ്മയുടെ പൊങ്കാല നിവേദനം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ചവറ് പോലും, ഒരു തരി കനൽ പോലും അവശേഷിക്കാതെ അതിനെ ക്ലീൻ ആക്കുന്ന പ്രവൃത്തി തിരുവനന്തപുരം നഗരസഭ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടുവരുന്നു. ഇക്കൊല്ലവും മുറ തെറ്റിക്കാതെ കൃത്യമായി തന്നെ നഗരസഭ ശുചീകരണ തൊഴിലാളികൾ പൊങ്കാല ഇട്ടതിന് ശേഷം അവർ പോയി വൃത്തിയാക്കുന്ന സാഹചര്യം പോലും കാണുന്നൊരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ കൃത്യമായി അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമാക്കി എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് വരുന്ന വാർത്ത. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എപ്പോൾ മുതലാണോ പണി തുടങ്ങിയത് അപ്പോൾ മുതൽ അവസാന ഘട്ടം വരെ കൃത്രിമ മഴ നനയിച്ച് സിറ്റി ക്ലീൻ ആക്കുന്നത് വരെ ഈ ഘട്ടത്തിൽ മേയർ വി രാജേഷ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. CPM ഭരണം മാറിയെങ്കിലും ആറ്റുകാൽ പൊങ്കാലയിലെ ശുചീകരണത്തിൽ മുൻ വർഷത്തിലേതുപോലെ തന്നെ കയ്യടി നേടിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ആറ്റുകാൽ പൊങ്കാല നിവേദിച്ച ഭക്തർ മടങ്ങിയതിന് പിന്നാലെ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ശുചീകരണം രാത്രിയോടെയാണ് പൂർത്തിയായത്. അവശിഷ്ടങ്ങൾ നീക്കിയ ശേഷം പൊടിപടലങ്ങൾ അടങ്ങാൻ വേണ്ടി കൃത്രിമ മഴ പെയ്യിച്ചതോടുകൂടിയാണ് പൊങ്കാലയോട് അനുബന്ധിച്ച ശുചീകരണങ്ങൾ പൂർത്തിയായത്. ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്കൊപ്പം അവരിൽ ഒരാളെ പോലെ തന്നെ എല്ലാത്തിനും തൊഴിലാളികൾക്കൊപ്പം തന്നെ അവരിൽ ഒരാളെ പോലെ മുന്നിൽ നിൽക്കുകയായിരുന്നു മേയർ വി രാജേഷ്. തലസ്ഥാനവാസികളുടെ കയ്യടി ഇതോടുകൂടി അദ്ദേഹം നേടിക്കഴിഞ്ഞു. പൊങ്കാല സമർപ്പണം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് 3000-ഓളം ശുചീകരണ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് നഗരത്തെ വെടിപ്പാക്കിയത്. രാത്രിയോടെ നഗരത്തിൽ കൃത്രിമ മഴ പെയ്യിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയ 10,000-കണക്കിന് ആളുകൾ തലസ്ഥാന നഗരിയുടെ പാതയോരങ്ങളിൽ പൊങ്കാലയർപ്പിച്ചു. പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യ നിർമ്മാർജ്ജനമാണ് നഗരസഭയ്ക്ക് മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി. എന്നാൽ മുൻ വർഷങ്ങളിൽ എല്ലാം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. ഇക്കുറി ഭരണമാറ്റത്തോടുകൂടി ചിലയിടങ്ങളിലെങ്കിലും കുത്തിത്തിരിപ്പിന് ആളുകൾ ഉണ്ടായെങ്കിലും മേയർ രാജേഷിന്റെ നേതൃത്വത്തിൽ എല്ലാം ഭംഗിയായി തന്നെ പൂർത്തിയായി. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കൊപ്പം മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും ശുചീകരണത്തിൽ പങ്കാളികളുമായി. മേയർ വി രാജേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR ഗോപൻ എന്നിവർ ആറ്റുകാലിലും പരിസരത്തും ശുചീകരണത്തിൽ പങ്കെടുത്തു. ഡെപ്യൂട്ടി മേയർ ആശാനാഥ വെള്ളയമ്പലത്തും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ തമ്പാനൂരും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരമനാജത്ത് കരമനയിലും മാരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു കിഴക്കേക്കോട്ടയിലും നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറ്റൂർ രാധാകൃഷ്ണൻ സ്റ്റാച്ചുവിലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സത്യമതി പാളയത്തും ശുചീകരണത്തിൽ പങ്കെടുത്തു. പൊങ്കാല കഴിഞ്ഞ മണിക്കൂറുകൾക്കകം നഗരം ശുചിയാക്കുന്നുവെന്ന് മേയർ വി രാജേഷ് അറിയിക്കുകയും ചെയ്തു. നഗരസഭയുടെ കീഴിലെ ശുചീകരണ തൊഴിലാളികൾക്ക് നേതൃത്വം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഉണ്ടായിരുന്നു. രാത്രിയോടെ നഗരത്തിൽ കൃത്രിമ മഴ പെയ്യിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഇതിനായി പ്രത്യേക ടാങ്കറുകൾ എത്തിച്ചിരുന്നു. നഗരസഭാ തൊഴിലാളികൾക്ക് പുറമെ സേവാഭാരതി പ്രവർത്തകരും ശുചീകരണത്തിൽ പങ്കാളികളായി. നേരത്തെ പൊങ്കാലയ്ക്ക് മുന്നോടിയായും സേവാഭാരതി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. CPMന്റെ മൗനാനുവാദത്തോടെ അനധികൃത പാർക്കിംഗ് പിരിവ് ഉൾപ്പെടെ വർഷങ്ങളായി നടത്തിയിരുന്ന തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാനും തടയാനും മേയർ വി രാജേഷ് മുൻകൈയെടുത്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അഭ്യുതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടിട്ടും എണ്ണയിട്ട യന്ത്രം പോലെ അവസരത്തിനൊത്ത് ഉയർന്നു പ്രവർത്തിച്ച കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഇടപെടൽ മൂലം ആസൂത്രണത്തിലും നിർവഹണത്തിലും ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല ഉത്സവം മികച്ചതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇനിയും ചിലത് പഠിക്കാനുണ്ട്, ചിലത് മാറ്റാനുണ്ട്. അതായത് പൊങ്കാല ഇട്ടതിന് ശേഷം ഉണ്ടാകുന്ന ആ തിരക്ക് 1.5 മണിക്കൂറോളം പൊങ്കാല ഇട്ടതിന് ശേഷം ജനങ്ങൾ ഒന്നടങ്കം ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം അടക്കമുണ്ടാകുന്നു. ഇതിന് കൃത്യമായി തന്നെ ഒരു പ്ലാനിംഗ് വേണം എന്നുള്ളതാണ്. പൊങ്കാല കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ 2 വീലറുകൾ വിടുകയും അതിനുശേഷം 4 ചക്ര വാഹനങ്ങൾ, കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയവ വിടുകയും അതിനുശേഷം ബസ് വിടുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതലായി നമുക്ക് ആ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇവയെല്ലാം കൂടി കിടന്ന ഒരു വലിയ തിക്കും തിരക്കും ഉണ്ടാകും. അതായത് കരമന പൊങ്കാല ഇട്ടവർക്ക് പൂജപ്പുര എത്താൻ വേണ്ടി ജഗതി വഴി ചുറ്റി പലയിടങ്ങളിലൂടെ കടന്നു വേണം വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇനി മറ്റിടങ്ങളിൽ പൊങ്കാല ഇട്ടവരും ഇതുപോലെയുള്ള ഒരു ട്രാഫിക് ഉണ്ടാകുന്നു. അങ്ങനെ
മണിക്കൂറുകളോളം പൊങ്കാല ഇട്ടതിന് ശേഷം ജനങ്ങൾ ഈ തിക്കിലും തിരക്കിലും പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇപ്പോൾ അസഹനീയമായത്. അതിന് കൂടുതൽ ഒരു മികച്ച പഠനം കൂടി കൊണ്ടുവന്നാൽ പൊങ്കാല ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ജനങ്ങൾക്ക് കൃത്യമായി ആസ്വദിക്കാനും അവരുടെ ഭക്തി നിർഭരമായ സാന്ദ്രമായ ആ ഒരു നിമിഷം പൂർത്തീകരിക്കാനും സാധിക്കും. എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ദിവസവും ആറ്റുകാൽ ദേവിയെ കുളിച്ചു തൊഴുത് സുന്ദരിമാരായി അങ്ങോട്ടേക്ക് പോയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വർഷത്തിൽ ഒരിക്കൽ തൻ്റെ ഭക്തജനങ്ങളെ കാണാനായി ആറ്റുകാൽ ദേവി അവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്തുന്ന ഒരു ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. അങ്ങനെ ദേവി എത്തുന്ന ദിവസം നമ്മൾ പൊങ്കാലയിട്ട ദേവിയെ സ്വീകരിക്കും. ദേവിയുടെ ഇഷ്ടവിഭവങ്ങൾ മണ്ടപ്പൂറ്റ, തെരളി, അതുപോലെ തന്നെ ശർക്കര പൊങ്കാല, പാൽപായസം, പയർ വേവിച്ചത്, അതുപോലെ തന്നെ വെള്ളപ്പൊങ്കൽ തുടങ്ങിയവയെല്ലാം ഇട്ട ദേവിയെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആ സ്വീകരണത്തിനായി ഈ മതഭേദമന്യേ എല്ലാവരും തന്നെയാണ് ഒരുമിച്ച് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അത് ഒരു ഒറ്റക്കെട്ടോടുകൂടി പൂർത്തീകരിക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്നുള്ള തെളിവുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത്. CPM-നെ പരാജയപ്പെടുത്തിയതിനെ പകവീട്ടാനായി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വാർഡുകളിലെ കുടിവെള്ളം മുട്ടിച്ചേക്കുമെന്ന സംശയം ോടുകൂടി 160 ടാങ്കുകളിൽ വെള്ളം സംഭരിക്കാനും ആവശ്യമുള്ളത്ര ടാങ്കുകൾ തയ്യാറാക്കാനും നഗരസഭ മുൻകൈയെടുത്തിരുന്നു. പൊങ്കാല അർപ്പിക്കുന്നവർക്കുള്ള മെഡിക്കൽ സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഒരു വിഭാഗം ഡോക്ടർമാർ പ്രസ്താവന ഇറക്കിയതിന് തൊട്ടു പിന്നാലെ സേവാഭാരതിയുടെ 112 ഡോക്ടർമാർ സേവനത്തിനെത്തുമെന്ന് മേയർ വ്യക്തമാക്കിയതും CPM അനുഭാവികളായ ഡോക്ടർമാർക്ക് തിരിച്ചടിയായി. ഇതോടെ അവർ പ്രസ്താവന പിൻവലിക്കുകയും പൊങ്കാല മഹോത്സവവുമായി സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. പൊങ്കാലയ്ക്ക് ശേഷം നഗരം ശുചീകരിക്കാൻ 1000-ലധികം താൽക്കാലിക ജീവനക്കാരെ അധികമായി നിയമിച്ചിരുന്നു. ഈ ജീവനക്കാരും സേവാഭാരതി സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് പൊങ്കാല നൈവേദ്യം കഴുകിയതിന് തൊട്ടു പിന്നാലെ നഗരം പൂർണ്ണമായും ശുചീകരിച്ചു. പൊങ്കാല നടന്ന പ്രദേശങ്ങളെ പല സോണുകളായി തിരിച്ച് ഓരോ സോണിലും ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവയെല്ലാം തന്നെ പൂർത്തിയാക്കി. തുടർന്ന് കോർപ്പറേഷൻ ജീവനക്കാർ നഗരം കഴുകി വൃത്തിയാക്കുകയും ചെയ്തു.